ജെലാറ്റിൻ പൗഡർ ഉപയോഗിച്ചുള്ള ബ്ലാക്ക് ഹെഡ്സ് ആൻഡ് വൈറ്റ് ഹെഡ്സ് ഫേഷ്യൽ ഹെയർ റിമൂവ്മെന്റ് കിട്ടുന്നത്. ഇനി അങ്ങനെ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടല്ല. ജെലാറ്റിൻ എടുക്കുന്നത് മിക്സ് ചെയ്യണം, ഡബിൾ ബോയിലിംഗ് ചെയ്യണം, അപ്ലൈ ചെയ്ത് പിന്നെ വെയിറ്റ് ചെയ്ത് അങ്ങനെ 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 ഒരു പ്രോസസ്സാണല്ലേ. അപ്പൊ അങ്ങനെ ചെയ്യാൻ മടിയുള്ളവർക്ക് എളുപ്പത്തിൽ വേറെ സിമ്പിൾ ആയിട്ടുള്ള, അതായത് നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന ഒരു സാധനമാണ് ഈ ഒരു പീൽ ഓഫ് മാസ്ക്. ആക്ച്വലി ഇതിന്റെ പേര് ബ്ലാക്ക് മാസ്ക് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് മോൺസ് ബ്രാൻഡിന്റെയാണ് ഇത്. ആക്ച്വലി കുറെ വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രാൻഡാണ് ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ഇത് രണ്ടെണ്ണം കാണിക്കാനുള്ള റീസൺ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടെണ്ണമായിട്ടാണ് ആമസോണിൽ നിന്ന് കിട്ടുള്ളൂ, ഒരെണ്ണമായിട്ട് കിട്ടില്ല. ഇതിന്റെ ഏകദേശം ഇതിനകത്ത് എഴുതിയിരുന്ന പ്രൈസ് റേഞ്ച് എന്ന് പറയാനായിട്ട് 1000 rupees ആട്ടോ. പക്ഷെ നമുക്ക് ഇത് കിട്ടുന്നത് 309 രൂപയ്ക്കാണ്. അങ്ങനെ ഞാൻ രണ്ടെണ്ണമാണ് മേടിച്ചത്. ഏകദേശം 620 രൂപയ്ക്കാണ് ഞാൻ രണ്ടെണ്ണം മേടിച്ചത്. ഒരെണ്ണമായിട്ട് കിട്ടില്ല. പക്ഷെ നമുക്ക് രണ്ടെണ്ണം മേടിച്ചൊന്നും കുഴപ്പമൊന്നുമില്ല, കാരണം നല്ല യൂസ് ഉള്ളതാണ്. നന്നായിട്ട് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഫേഷ്യൽ ഹെയർസും അങ്ങനെ എല്ലാ ഡേർട്ടും കാര്യങ്ങളും എല്ലാം റിമൂവ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാസ്കാണിത്. ഇതിനകത്ത് ചാർക്കോളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചാർക്കോളൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു യൂസ് ഉള്ള ഒരു മാസ്കാണ് ഈ ഒരു മാസ്ക്. ഇതിന്റെ ഒരു ഡീറ്റെയിൽ ആൻഡ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ അക്വാ പോളിൽ വിനൈൽ ആൽക്കഹോൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് പറയുന്നത് അക്വാ പോളിൽ വിനൈൽ ആൽക്കഹോൾ, പിന്നെ ആൽക്കഹോളിക് അക്രിലേറ്റ്സ്, കോപ്പോലിമർ, കാർബൺ അലോ, ബാർബഡൻസിസ് ലീഫ്, ഗ്ലിസറിൻ, ആബുട്ടിൻ, അങ്ങനത്തെ കുറേ സാധനങ്ങളായിട്ട് ഇതിനകത്ത് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഇവര് എഫക്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞത് ദിസ് പ്രോഡക്റ്റ് കണ്ടെയ്ൻ ചാർക്കോൾ പൗഡർ വെച്ച് അത് നന്നായിട്ട് നമ്മുടെ ഫേസിലോട്ട് പെനട്രേറ്റ് ചെയ്ത് ഇറങ്ങി നമ്മുടെ ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യുന്നതാണ് അവർ പറഞ്ഞിരുന്ന ഒരു കാര്യം തന്നെ. പിന്നെ അതിനകത്ത് അവർ ഹൗ ടു യൂസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഓപ്പണിംഗ് യുവർ പോസ് യൂസിങ് വാം മോയ്സ്റ്റ് ടവൽ ആൻഡ് ക്ലെൻസ് ഫേസ്. ഇവർ മെയിൻ ആയിട്ട് കൊടുത്തേക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിനെ നന്നായിട്ട് ക്ലീൻ ചെയ്ത ഒരു വാം ടവൽ വെച്ച്, അതായത് ഒരു ചൂടുവെള്ളത്തിൽ മുഖം കഴുകുകയോ അല്ലെങ്കിൽ നമ്മുടെ മുഖത്തുനിന്ന് സ്റ്റീം കൊടുക്കുകയും ഇല്ലാന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ ഒരു ടവൽ ഡിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലോട്ട് പോസ് എല്ലാം ഓപ്പൺ ആകാനുള്ള ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ജെലാറ്റിന് വീഡിയോ ചെയ്തപ്പോഴും നമ്മൾ അങ്ങനെയാണ് ചെയ്തത്. പോസൊക്കെ ഒന്ന് ഓപ്പൺ ആകാൻ വേണ്ടി നമ്മൾ നന്നായിട്ടൊന്ന് സ്റ്റീം കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ജെലാറ്റിൻ അപ്ലൈ ചെയ്തത്. പക്ഷെ അത് ഇച്ചിരി കുറച്ച് പണിയായിട്ടാണ് എനിക്ക് തോന്നി, കാരണം വീഡിയോ എടുക്കാനും പാടാണ്. അതുപോലെ തന്നെ പ്രോസസ്സ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാനുള്ളൊരു പ്രോസസ്സും വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ പാടാണ്. പക്ഷേ ഇത് നേരെ പാക്കറ്റ് പൊട്ടിക്ക് അപ്ലൈ ചെയ്യാം. അപ്പം മടിയന്മാർക്കും മടിച്ചുകൾക്കും എളുപ്പത്തിൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്യാനായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ ഒരു മെത്തേഡ്. എനിക്ക് എല്ലാ പീൽ ഓഫ് മാസ്കിനെക്കാട്ടും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു പീൽ ഓഫ് മാസ്ക് ഈ ഒരു മോൺസ് ബ്രാൻഡിനെയാണ്. ഞാനിത് തപ്പി നടക്കുകയായിരുന്നു. ആക്ച്വലി ഇത് സാധനം കുറേ നാളായിട്ട് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. അപ്പോൾ ഈയിടെയാണ് ഈ ആമസോണിൽ ഇത് റീസ്റ്റോക്ക് ചെയ്തേക്കുന്നത്. വേറെ ഫ്ലിപ്കാർട്ടിലൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ ഇവര് കോഷൻ എഴുതിയിട്ടുണ്ട്. റെക്കമെൻഡഡ് യൂസേജ് 3 times per week. Avoid eye contact. If contact occurs, rinse thoroughly with water. Keep out of fridge. അവർ എഴുതുന്നത് മെയിൻ ആയിട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്കില് 3 പ്രാവശ്യത്തിൽ കൂടുതൽ ഉപയോഗിക്കരുത്. എൻ്റെ ഒരു സജഷൻ വെച്ച് ശരിക്കും പറഞ്ഞാൽ മാസത്തിൽ ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ മതി. വീക്കിലി ഒന്നും നമ്മുടെ ഫേസിന് ഇത് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഫീൽ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ഫേസിനെ അത് ബാധിക്കും. അപ്പോൾ അത്രയും ഒന്നും ചെയ്യാണ്ട് മന്ത്ലി വൺസ് ഒക്കെ ചെയ്താൽ മതി. അതുപോലെ തന്നെ ഐ ഏരിയാസിൽ അവോയ്ഡ് ചെയ്യണം. ഇൻ കേസ് ഐ ഏരിയാസ് പറ്റി അപ്പം തന്നെ വെള്ളം വെച്ചത് കഴുകി കളയണമെന്നാണ് ഇവർ പറയുന്നത്. നമുക്കിത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. ഞാനിത് അൺബോക്സ് ചെയ്യണം. ഞാനിത് പൊട്ടിച്ചിട്ടില്ലായിരുന്നു. അപ്പം വീഡിയോ എടുക്കുമ്പോൾ പൊട്ടിക്കാന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കാണ്ട് വെച്ചേക്കുമായിരുന്നു. ഇതാട്ടോ ഇങ്ങനെയുണ്ട് ഇതിന്റെ ഒരു പാക്കേജ് കൊടുത്തു. ഇങ്ങനെ ട്യൂബാണ് വരുന്നത്. ഇതിന്റെ 100 ml ആട്ടോ വരുന്നത്. അപ്പോൾ ഏകദേശം നമുക്ക് 1 year അല്ലെങ്കിൽ എന്താണ് 6 മാസത്തിനും മുകളിലോട്ട് നമുക്കിത് കിട്ടും. അപ്പം നല്ല ലൂസ് കൺസിസ്റ്റൻസി കേട്ടോ. അപ്പം നമുക്കിത് അപ്ലൈ ചെയ്യാം. ഞാൻ അപ്ലൈ ചെയ്യുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉള്ള ഒരു പോർഷൻ ഇവിടെയാണ് കേട്ടോ. കഴിഞ്ഞ വർഷം ജെലാറ്റിൻ അപ്ലൈ ചെയ്ത് നെക്കിലും കൂടെ അപ്ലൈ ചെയ്ത് എൻ്റെ അമ്മ എൻ്റെ ജീവൻ പോയി. ഈ ഒരു മൂക്കിന്റെ പോർഷൻ അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പാക്കേജ്. ഇത് വന്നിട്ട് 100 ml ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നല്ല ലൂസ് കൺസിസ്റ്റൻസിയാണ്. ഇത് ഞാൻ നേരത്തെയൊക്കെ തെച്ചു കുറേ നാളായി. ഈ സാധനം ഞാൻ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷെ നല്ല ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യും. അപ്പം നമുക്ക് അതിന് മുമ്പ് ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വാം ചെയ്യാം, സ്റ്റീം ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ കോട്ടൺ ടവൽ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഫേസ് ഒന്ന് ഡാബ് ചെയ്താൽ മതി, ചൂടുവെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ മുഖം കഴുകുക. ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് എൻ്റെ ഇവിടെ സ്റ്റീമർ ഹീറ്റ് ആയിട്ടുണ്ട്. ഞാനൊന്ന് സ്റ്റീം ചെയ്യാണ്. പോഴ്സുകളെല്ലാം ഒന്ന് ഓപ്പൺ ചെയ്യാൻ.
ഒരു 5 മിനിറ്റെങ്കിലും സ്റ്റീം ചെയ്യണം കേട്ടോ, എന്നാലാണ് ഈ പോസുകളെല്ലാം ഓപ്പൺ ആയി വരുള്ളൂ. ഇങ്ങനെ ആവി പിടിക്കുന്ന സമയത്ത് നമ്മുടെ ഐസ് ഓപ്പൺ ആക്കി വെക്കാതെ ക്ലോസ് ചെയ്ത് വെച്ച് സ്റ്റീം ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ബിക്കോസ് കണ്ണിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സ്റ്റീം ഇങ്ങനെ വരുമ്പോഴത്തേന്. ഓക്കെ, അപ്പൊ ഞാനൊരു 5 മിനിറ്റ് ഏകദേശം സ്റ്റീം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം എൻ്റെ മുഖം ഒന്ന് സ്റ്റീമായിട്ട് വെള്ളം ഇങ്ങനെ ഇരിക്കുന്നത്. നമുക്ക് അതിനിങ്ങനെ തുടയ്ക്കാം. തുടച്ചതിന് ശേഷം ഇത് നല്ല പോസൊക്കെ ഓപ്പൺ ആയിരിക്കുന്ന ടൈമാണ്. ആ ഒരു ടൈമിൽ നമുക്ക് ഇതെടുക്കാം. ഇത് ബ്രഷ് കൊണ്ടൊന്നും എപ്പോഴും എൻ്റെ ബ്രഷിനകത്ത് പറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് തോന്നിയത്. ഞാനെപ്പോഴും കൈയാണ് ഉപയോഗിക്കുന്നത്. സോറി, ഇത് പൊട്ടിക്കണമായിരുന്നു നടക്കുന്നത്. ട്യൂബ് പൊട്ടിക്കട്ടോ. ഓക്കെ, എന്നെ കണ്ടിട്ടാരും പേടിക്കുന്നത്. പിന്നെ ഒരു കാര്യം തന്നെ, ഇത് ഇച്ചിരി ഡ്രൈ ആകുന്ന ടൈമിൽ നമ്മളിനി വർത്താനം പറയാൻ പാടില്ല. അപ്പം ഞാൻ ഇനി വർത്താനം പറയുന്നില്ല. കയ്യിലായി. അപ്പം ഒരു ഗുളുഗുളാന്നാണ് ഇരിക്കുന്നത്. അപ്പം ബ്രഷിലായി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. എൻ്റെ ഇവിടെയാണ് വൈറ്റ് ഹെഡ്സ് ഉള്ളത്. ഇവിടെയും വൈറ്റ് ഹെഡ്സ് ഉണ്ട്. ബ്ലാക്ക് ഹെഡ്സ് എനിക്കില്ല. ഫേഷ്യൽ ഹെയർസ് ഒക്കെ ഇങ്ങനെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഫേഷ്യൽ ഹെയർസിലുണ്ട്. ഫേസ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഫേഷ്യൽ ഹെയർസും ഡീപ്പ് ക്ലെൻസിങ് ഫേസ് ഫുൾ വേണം. ആക്നി മാർക്സ് ആക്നീസ് ഒക്കെ ഇങ്ങനെ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് തേക്കുക. ഐ ഏരിയാസ് ഇതുപോലെ അവോയ്ഡ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇതൊരു ഡ്രൈ ആവാൻ ഒരു 25 മിനിറ്റ് എങ്കിലും വേണം. അപ്പോൾ നമ്മളൊരു 25 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കി കാണാം. അപ്പോൾ നമ്മൾ പീൽ ഓഫ് മാസ്ക് എല്ലാം ഇട്ട് റിമൂവ് ചെയ്തു. നല്ല ക്ലീൻ ആയി. എനിക്ക് ഒരുപാട് വൈറ്റ് ഹെഡ്സ് ഇല്ലായിരുന്നു, കാരണം കഴിഞ്ഞ ദിവസം ചെയ്തേ ഉള്ളൂ. ഇപ്പം 1 വീക്ക് അല്ല കേട്ടോ, 2 വീക്ക് ഏകദേശം കഴിഞ്ഞാൽ ഒന്ന് ചെറുതായിട്ട് എൻ്റെ മുഖത്ത്, ഐ മീൻ ഈ ഏരിയയിൽ ഈ പാർട്ടിലാണ് എനിക്ക് വൈറ്റ് ഹെഡ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ അവിടുത്തെ ഇവിടുത്തെ എനിക്ക് കിട്ടി. പക്ഷേ വീഡിയോയിൽ ഇങ്ങനെ റിംഗ് ലൈറ്റിൻ്റെ ഇതൊക്കെ വെട്ടം അടിക്കണമുണ്ട്.
ആക്ച്വലി ഇതിനകത്ത് ശരിക്കും കാണാൻ പറ്റില്ല, ഞാനത് സെപ്പറേറ്റ് വീഡിയോ ആക്കി കാണിച്ചു തരായിരുന്നു കിട്ടിയത്. അപ്പോൾ ഒരുപാടില്ലായിരുന്നു, ശകലമുള്ളായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഗ്ലൈസിങ് ഫീൽ ചെയ്തിട്ട് സോഫ്റ്റ് ആവും നമ്മുടെ ഫേസ്. അപ്പോഴേ ഒരു ക്ലീനിങ് എഫക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ല, മടിയന്മാർക്കും പഠിച്ചുകൾക്ക് പോയിട്ട് ചെയ്യാവുന്നതാണ്. എല്ലാം തേച്ചിട്ട് ചുമ്മാ മൊബൈലിൽ നോക്കി ഇങ്ങനെ കിടന്നാൽ മാത്രം മതി. ആ ടൈം കൊണ്ട് ഇതെല്ലാം ഡ്രൈ ഔട്ട് ആവും. ഒരു 24 minutes എബോവ് വേണം ഒന്ന് ഡ്രൈ ആയി സെറ്റ് ആവാൻ. ഒരുപാട് കട്ടിക്കിട്ടാൽ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ കട്ടി കുറച്ചിട്ടാൽ മതി. എന്നിട്ട് താഴ്ഭാഗത്തോട്ട് തേച്ച് കൊടുക്കുക. ആൻഡ് ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ ടോപ്പിലോട്ട് കുറച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പീൽ ഓഫ് മാസ്ക് ഇന്നത്തെ വിശേഷങ്ങളും. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കും. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്തിട്ട്